ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഗെയിം ചേഞ്ചർ എന്ന ശങ്കർ ചിത്രം കാണാനായി തിയേറ്ററിൽ ഞാൻ പോയത്. ചിത്രം ഇതിന് മുമ്പ് വന്ന ഇന്ത്യൻ സിനിമ കണ്ടതിന് ശേഷം തന്നെ ഈ ശങ്കറിൻ്റെ ചിത്രം ഇനി കാണണോ, ഇനി വരുന്ന ചിത്രങ്ങൾ കാണണമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഈ ശങ്കർ എന്ന മഹാനായ സംവിധായകൻ ചെയ്തു വെച്ച സിനിമകളെ ഓർക്കുമ്പോൾ നമ്മൾ സിനിമയ്ക്ക് അങ്ങേരുടെ സിനിമ കാണാൻ പോവും. അത്തരത്തിലുള്ള ഒരു സംവിധായകനാണ് ശങ്കർ എന്ന സംവിധായകൻ. ഇദ്ദേഹത്തിൻ്റെ ഐ എന്ന ചിത്രം കാണാൻ തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ പോയതും സിനിമ കാണാൻ ഞാൻ പെട്ട പാടും ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഐയൊക്കെ ഒരു കോൺസെപ്റ്റുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ആ സിനിമ. അതുപോലെ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളും അതുപോലെ തന്നെ. പക്ഷേ ഈ ഗെയിം ചേഞ്ചർ എന്ന ഈ രാംചരൺ ചിത്രം, ഈ രാംചരണിലും പ്രതീക്ഷകൾ വാനോളമാണ്. കാര്യം അദ്ദേഹം ഒരു നല്ല നടനാണ്, അതുപോലെ തന്നെ നല്ലൊരു ഡാൻസറാണ്, അതുപോലെ എല്ലാ ആക്ഷനൊക്കെ ഭയങ്കര ഹൈ പീക്ക് ലെവൽ ആക്ഷൻ കാണിക്കുന്ന ഒരു ആക്ടറാണ് രാംചരൺ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു തെലുങ്ക് സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർന്നൊരു നടനാണ് രാംചരൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശങ്കറും രാംചരണും ഒത്തുചേരുമ്പോൾ അതൊരു മഹാസംഭവം തന്നെ ആയിരിക്കുമെന്ന് കരുതി തന്നെയാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. ശങ്കറിൻ്റെ ഒരു സ്ഥിരം രീതി ഉണ്ടല്ലോ, ഇങ്ങനെ ഈ സമൂഹത്തിൽ കാണുന്ന അനീതിയെ എതിർക്കുന്ന ഒരു സംഭവം. അത് ജെന്റിൽമാൻ മുതൽ, ശങ്കറിൻ്റെ ആദ്യ ചിത്രമായ ജെന്റിൽമാൻ മുതൽ ഒരു സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ശങ്കറിൻ്റെ ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്നത് മുതൽവൻ സിനിമയാണോ അതുപോലെ ഒരു സിനിമയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഞാൻ ഈ ശങ്കറിൻ്റെ സിനിമ കാണാൻ പ്രധാനമായി ഞാൻ പോകുന്നത് ഒന്ന് നല്ല വലിയ രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളും അതുപോലെ തന്നെ മികച്ച ഗാനങ്ങളും വിഷ്വലൈസേഷനും ഒക്കെ വളരെ ഭംഗിയുള്ള വിഷ്വലൈസേഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ശങ്കറിൻ്റെ സിനിമ കാണാൻ പോകുന്നത്. പക്ഷേ ശങ്കർ ഈയിടെയായി തൻ്റെ പദവിയിൽ നിന്നും, അതായത് തൻ്റെ ഒരു റേഞ്ചിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഗെയിം ചേഞ്ചർ എന്ന ചിത്രത്തിന് കഥ എഴുതിയിരിക്കുന്നത് കാർത്തിക് സുബ്ബരാജ് ആണെന്ന് പറയുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക് സുബ്ബരാജ്. കാർത്തിക് സുബ്ബരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഈ ശങ്കർ എന്ന് പറഞ്ഞ സംവിധായകൻ എഴുതി കൊടുത്ത കഥ ഇങ്ങനെ ആയിപ്പോയി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. കാര്യം കാർത്തിക് സുബ്ബരാജിൻ്റെ കഥ ഒരു വെറൈറ്റി. ആ ജിഗർദണ്ഡ സിനിമയൊക്കെ കാണാൻ പോയിട്ട് ഞാനിങ്ങനെ അവിടെ ഇരുന്ന് തിയേറ്ററിൽ നിന്ന് ആലോചിച്ചത് ഇങ്ങനെ ഒരു സിനിമ എടുത്തു. അത്രയ്ക്ക് വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ജിഗർദണ്ഡ എന്ന ചിത്രം. സിനിമ കണ്ടിറങ്ങിയാലും നമ്മളിത് എങ്ങനെ ആയിരിക്കും ഇത് കൺസീവ് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കും. അത്തരത്തിലുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു ജിഗർദണ്ഡയുടെ എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. എന്തായാലും ഈ കാർത്തിക് സുബ്ബരാജിന് പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ ഗെയിം ചേഞ്ചർ. എന്തായാലും ഇദ്ദേഹമാണല്ലോ കഥ എഴുതി കൊടുത്തത്. എന്തായാലും ശങ്കർ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഈ ചിത്രത്തിൽ ഒരു പഴയ കണ്ടുമറന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. ഒരു അസഹനീയമായ രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളും ഒക്കെ ഇങ്ങനെ സിനിമയെ ഉടനീളം അലസമായ രീതിയിൽ സംവിധാനം ചെയ്തതുപോലെയാണ് തോന്നുന്നത്. കാര്യം ഒരു സിനിമയ്ക്കൊരു ഫ്ലോയോ അല്ലെങ്കിൽ സിനിമ കണ്ടിരിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടണോ എന്നുള്ളൊരു ചിന്തയോ ഒന്നും ശങ്കറിനില്ലാത്തതുപോലെ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതുപോലെ ശങ്കർ ഇനി ചെയ്യേണ്ടത് സിനിമ സംവിധാനം പതുക്കെ അങ്ങ് നിർത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ വ്യൂസിനനുസരിച്ച് ഉള്ള ചിത്രങ്ങൾ നവാഗത സംവിധായകർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള സംവിധായകരെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കുക. ഇദ്ദേഹം സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, ശങ്കർ പ്രൊഡക്ഷൻസ്. ഇനി ശങ്കർ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നിന്നും ഒരു സിനിമാ നിർമ്മാതാവ് എന്ന തലത്തിലേക്ക് മാറുന്നതാണ് ഉത്തമം എന്ന് എനിക്ക് ഈ ഗെയിം ചേഞ്ചറോട് കൂടി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്തായാലും ഇനി ഒരു ഇന്ത്യൻ 3 കൂടെ വരാനുണ്ട്. അതും കൂടെ കണ്ടിട്ട് ശങ്കർ എന്ന മഹാസംവിധായകൻ്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ തിയേറ്ററിൽ കാണണ്ട എന്നും ഒക്കെയാണ് ഞാനിപ്പോൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്.